ഇന്നത്തെ യോഗത്തിൽ ഒരുപാട് രാഷ്ട്രീയ കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ശ്രീ തരുൺ ചുഗ്ജിയുടെ മാർഗനിർദ്ദേശം വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വലിയൊരു ഒഴുക്ക് തന്നെ എല്ലാ മേഖലകളിലും പുതിയ ആൾക്കാരുമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും വിപുലീകരിക്കുന്നതിൻ്റെ തിരക്കിൽ കൂടിയാണ് നമ്മളെല്ലാവരും. സംസ്ഥാനത്ത് LDFും UDFും വലിയ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. ഇക്കഴിഞ്ഞ 3 ഉപതെരഞ്ഞെടുപ്പുകളിൽ LDFനും UDFനും നമ്മുടെ മാധ്യമങ്ങളും നിരീക്ഷകരും കൽപ്പിച്ച് നൽകിയതുപോലുള്ള ഒരു വിജയം ഉണ്ടായിട്ടില്ല. ചേലക്കരയിൽ ജയിക്കാനായെങ്കിലും LDFന്റെ അടിസ്ഥാന വോട്ട് ബാങ്കിൽ വലിയ വിള്ളലാണ് ചേലക്കരയിൽ ഉണ്ടായിരിക്കുന്നത്. വലിയ പ്രതീക്ഷയുമായിട്ടാണ് ശ്രീമതി രമ്യ ഹരിദാസിനെ UDF അവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷവും സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത്. പക്ഷെ കോൺഗ്രസിന്റെ പ്രകടനം അതിദയനീയമായിരുന്നു. പക്ഷെ കോൺഗ്രസിന് വേണ്ടി സ്ഥിരമായി വാദിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മാധ്യമങ്ങൾ ആരും തന്നെ കോൺഗ്രസിന്റെ അതിദയനീയമായ പരാജയം അരനിമിഷം പോലും ചർച്ച ചെയ്യാൻ തയ്യാറായില്ല. വയനാട്ടിൽ LDFന്റെ ദയനീയമായ പ്രകടനം, പല ബൂത്തുകളിലും LDFനെ മറികടന്നുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യം ഉജ്ജ്വലമായിട്ടുള്ള മുന്നേറ്റം നടത്തിയിട്ടും CPI തന്നെ പരസ്യമായ അതൃപ്തി രേഖപ്പെടുത്തിയിട്ടും നമ്മുടെ നിഷ്പക്ഷത നടിക്കുന്ന മലയാള മാധ്യമങ്ങളോ നിരീക്ഷകന്മാരോ വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ച് ഒരു 5 മിനിറ്റ് പോലും കേരളത്തിൽ ചർച്ച ചെയ്തില്ല. പ്രിയങ്ക ഗാന്ധി മത്സരിച്ചിട്ടും വയനാട്ടിൽ പോളിംഗ് കുറഞ്ഞതിനെ കുറിച്ച് കോൺഗ്രസിനെ സഹായിക്കുന്ന മാധ്യമങ്ങളോ നിരീക്ഷകരോ അതിനെക്കുറിച്ച് ഒരു അക്ഷരം പോലും ചർച്ച ചെയ്തില്ല. സംസ്ഥാനത്ത് 2 മുന്നണികളുടെയും അടിത്തറയ്ക്ക് വലിയ കോട്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിനെ തുടർന്നുണ്ടായിട്ടുള്ള രാഷ്ട്രീയ സംഭവവികാസങ്ങളെല്ലാം നോക്കിയാൽ LDFും UDFും പ്രതിക്കൂട്ടിലാവുമ്പോഴെല്ലാം ചില ആളുകൾ വളരെ നിഗൂഢമായിട്ടുള്ള മൗനം തുടരുകയാണ്. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകൾ ഏറ്റവും ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാർ കൈക്കലാക്കുകയാണ്. ക്ഷേമ പെൻഷനുകൾ ലഭിക്കേണ്ട പാവപ്പെട്ടവർക്ക് സമയത്തിന് അത് കൊടുക്കാൻ തയ്യാറാവാത്ത സർക്കാർ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കും അവരുടെ സിൽബന്ധികൾക്കും ക്ഷേമ പെൻഷൻ അടിച്ചു മാറ്റുന്നതിനുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നു. 2 വർഷം മുമ്പ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നാം ആരംഭിച്ച സമരം പട്ടികജാതി ക്ഷേമത്തിനുള്ള ഫണ്ട് ദുരുപയോഗം ചെയ്തതിനെതിരായിട്ടുള്ള പ്രക്ഷോഭം സംസ്ഥാനത്തെ പല തദ്ദേശ സ്ഥാപനങ്ങളിലും ഇപ്പോഴും പട്ടികജാതി ക്ഷേമ ഫണ്ട് മറ്റുള്ളവർ അടിച്ചു മാറ്റുന്നത് തുടരുകയാണ്. കേരള സംസ്ഥാനത്ത് ഭരണ സംവിധാനത്തിൽ അതിഗുരുതരമായിട്ടുള്ള വീഴ്ചകളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വയനാട്ടിൽ ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം വലിയ സമരം തന്നെ ആരംഭിക്കേണ്ട സാഹചര്യമാണ് വന്നിരിക്കുന്നത്. ആയിരക്കണക്കിന് കോടി രൂപ സംസ്ഥാന ഗവൺമെന്റിന്റെ കയ്യിലുണ്ടായിട്ടും വയനാട്ടിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ 1 ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ല. നിർഭാഗ്യവശാൽ നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകന്മാരും മാധ്യമ സിംഹങ്ങളും കേന്ദ്ര സർക്കാരിനെ മാത്രം കുറ്റപ്പെടുത്താനാണ് അവരുടെ ചാനലുകളും പത്രങ്ങളും മുഴുവൻ നിരത്തിവെക്കുന്നത്. വയനാട്ടിൽ പുനരധിവാസം മുടങ്ങിയത് പിണറായി വിജയൻ സർക്കാരിന്റെ പിടിപ്പുകേടാണ്. ചെലവഴിക്കാൻ കാത്തുകിടക്കുന്ന 860 കോടി രൂപ ട്രഷറിയിൽ ഉണ്ടായിട്ടും വാടക കൊടുക്കാൻ സർക്കാർ കാശ് ചെലവാക്കുന്നില്ല. സംസ്ഥാന സർക്കാർ പുനരധിവാസത്തിന്റെ ഒരു അന്തിമമായിട്ടുള്ള പാക്കേജ് തയ്യാറാക്കിയിട്ടില്ല. അവിടെ ഒരു തരത്തിലുള്ള പുനരധിവാസ പദ്ധതികളും ആരംഭിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ അവസാനം കൊടുക്കേണ്ട സർവേ റിപ്പോർട്ട് കഴിഞ്ഞ 19-ാം തീയതിയാണ് കൊടുത്തത് എന്നാണ് പറഞ്ഞത്. പക്ഷെ എത്ര ദിവസം നമ്മുടെ മാധ്യമങ്ങൾ അന്തിച്ചർച്ച നടത്തി
രാഷ്ട്രീയ നിരീക്ഷകന്മാർ മോദിയെ കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രി വയനാട്ടിൽ വന്നിട്ടും വയനാട്ടുകാരെ അവഗണിച്ചു എന്ന് ആക്ഷേപിച്ചു. എന്തായിരുന്നു സത്യം? അവിടെ ഹർത്താൽ നടന്നു ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി. എന്തിനായിരുന്നു ഹർത്താൽ? LDF-ഉം UDF-ഉം ഉത്തരം പറയേണ്ടതായിരുന്നു. കേരള ഗവൺമെന്റിന്റെ കയ്യിൽ മോദി സർക്കാർ കൊടുത്ത പണം കുമിഞ്ഞുകൂടി കിടന്നിട്ടും പുനരധിവാസം ആരംഭിക്കാത്ത നടപടി സംസ്ഥാനത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാവേണ്ടതായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ UDF-നെയും LDF-നെയും ഒട്ടും വേദനിപ്പിക്കരുത് എന്ന് നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള നമ്മുടെ മാധ്യമങ്ങളടക്കം അവർക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. ഭാരതീയ ജനതാ പാർട്ടി വയനാട് ജില്ലയിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണം, ആരംഭിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ സമരത്തിന് നേതൃത്വം കൊടുക്കണമെന്നാണ് ആലോചിക്കുന്നത്. ഇന്നത്തെ യോഗത്തിൽ ആ വിഷയം ഒരു പ്രധാന ചർച്ചാ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളെ ആകെ പിടിച്ചുകുലുക്കിയ മറ്റൊരു സംഭവമായിരുന്നു വഖഫ് ബോർഡിന്റെ അധിനിവേശം. വളരെ ആസൂത്രിതമായി പിണറായി വിജയൻ സർക്കാർ അത് കേവലം മുനമ്പത്തെ ഒരു വിഷയമായി ചുരുക്കി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ച് ആ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടാനാണ് കേരള സർക്കാർ തയ്യാറായത്. അതിനരുനിൽക്കുന്ന സമീപനമാണ്, അതിന് വെള്ളപൂശുന്ന സമീപനമാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും സ്വീകരിച്ചത്. കുഞ്ഞാലിക്കുട്ടിയും ലീഗുകാരും തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം മുനമ്പത്തെ കൂടുകയും ചർച്ച നടത്തുകയും ഒക്കെ ചെയ്ത് അവസാനം മുഖ്യമന്ത്രി അവലോകന യോഗം വിളിച്ച് മുനമ്പത്ത് ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിരിക്കുന്നു. മിസ്റ്റർ പിണറായി വിജയൻ, വഖഫിന്റെ അധിനിവേശം ഒരു മുനമ്പത്ത് മാത്രമുള്ളതല്ല, കേരളത്തിൽ നൂറുകണക്കിന് സ്ഥലങ്ങളിലുള്ളതാണ്. നിങ്ങളുടെ ജുഡീഷ്യൽ കമ്മീഷൻ ഇവിടെയെല്ലാം ബാധകമാണോ? മുനമ്പത്തെ 600ഓളം കുടുംബങ്ങളെ മാത്രം ബാധിക്കുന്ന ജുഡീഷ്യൽ കമ്മീഷനാണോ? അതല്ല ചെല്ലാനത്തെയും മാനന്തവാടിയിലെയും ചാവക്കാട്ടെയും കൽപ്പാത്തിയിലെയും നൂറണിയിലെയും അടക്കം കേരളത്തിൽ വഖഫ് ഭീഷണി നേരിടുന്ന മറ്റിടങ്ങളിലെ നിരപരാധികളുടെ പ്രശ്നങ്ങൾ ഈ ജുഡീഷ്യൽ കമ്മീഷൻ കണക്കിലെടുക്കുമോ? നിങ്ങളുടെ ടേംസ് ഓഫ് റെഫറൻസ് എന്താണ്? മുനമ്പത്ത് മാത്രമുള്ളതാണോ? വഖഫിന്റെ ഭീഷണി മുനമ്പത്ത് മാത്രമുള്ളതാക്കി ഒതുക്കി തീർക്കാനുള്ള LDF-ന്റെയും UDF-ന്റെയും തീരുമാനം ദേശീയ ജനാധിപത്യ സഖ്യം അംഗീകരിക്കില്ല, ഭാരതീയ ജനതാ പാർട്ടി അംഗീകരിക്കില്ല. നിങ്ങളെ കൊണ്ട് കണക്ക് ഞങ്ങൾ പറയിപ്പിക്കും. ഇനി വരുന്ന ദിവസങ്ങൾ വഖഫ് ഭീഷണിക്കെതിരായിട്ടുള്ള വ്യാപകമായ സമരങ്ങൾ, പ്രതിഷേധങ്ങൾ കേരളത്തിൽ ആരംഭിക്കുകയാണ്. നിയമസഭാ സമ്മേളനം ആരംഭിക്കാനിരിക്കുകയാണല്ലോ. നിങ്ങളെ വെറുതെ വിടാൻ ഉദ്ദേശമില്ല. നിയമസഭയിൽ നിങ്ങൾ പാസാക്കിയ ഐകകണ്ഠേനയുള്ള പ്രമേയം നിങ്ങൾ പിൻവലിക്കണം. മുനമ്പത്തെ കുടിയിറക്കപ്പെടുന്നവരോടൊപ്പമാണ് നിങ്ങൾ നിലകൊള്ളുന്നതെങ്കിൽ ഐകകണ്ഠേനയുള്ള പ്രമേയം നിങ്ങൾ പിൻവലിക്കണം. നിങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ വിശ്വാസം ആർജിച്ചുകൊണ്ടല്ല ഈ പ്രമേയം പാസാക്കിയത്. വഖഫ് ഭീഷണി നേരിടുന്ന എല്ലായിടത്തും ഞങ്ങൾ ഓടിയെത്തും, അവിടെയെല്ലാം ഞങ്ങൾ ഉണ്ടാവും. വൈകുന്നേരത്തെ മാധ്യമ ചർച്ചകളിൽ നിന്ന് ഞങ്ങളെ മാറ്റി നിർത്തിയാലും CPM-നും കോൺഗ്രസിനും വേണ്ടി നിങ്ങൾ കുഴലൂതിയാലും നിങ്ങൾക്ക് ഞങ്ങളെ അവഗണിക്കാൻ കഴിയില്ല. കേരളത്തിൽ വഖഫ് ഭീഷണി നേരിടുന്ന എല്ലായിടത്തും ഭാരതീയ ജനതാ പാർട്ടിയുടെ സാന്നിധ്യം ഉണ്ടാവും, സമരങ്ങൾ ഉണ്ടാവും. ഏറ്റവും രൂക്ഷമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ വരും ദിവസങ്ങളിൽ കേരളത്തിൽ ഉണ്ടാവും. ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ ജനങ്ങളുടെ യഥാർത്ഥ പ്രതിപക്ഷമായി ഉയർന്ന് ഈ സർക്കാരിന്റെ തെറ്റായ നയങ്ങൾക്കെതിരായി, പ്രതിപക്ഷത്തിന്റെ കള്ളക്കളികൾക്കെതിരായി നിതാന്ത ജാഗ്രതയോടെ ഗോതയിൽ ഉണ്ടാവും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളെ ഒരു തരത്തിലും നിങ്ങൾക്ക് ആക്ഷേപിച്ച് മാറ്റി നിർത്താനാവില്ല. കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഭാരതീയ ജനതാ പാർട്ടി ജനങ്ങളുടെ പ്രസ്ഥാനമായി മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. ഇന്ന് നടക്കുന്ന ഗൂഢാലോചനകൾ ഭാരതീയ ജനതാ പാർട്ടിയെ ഒറ്റപ്പെടുത്തി അപകീർത്തിപ്പെടുത്തി പാർട്ടിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരാരായാലും അവരെ അതേ നാണയത്തിൽ തന്നെ നേരിടുമെന്നുള്ള ഉറച്ച തീരുമാനം കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തകർ കൈക്കൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. വരും ദിവസങ്ങൾ പോരാട്ടത്തിന്റെയും സംഘടനാ നവീകരണത്തിന്റെയും കാലമാണ്. ചില ആളുകൾ ഇപ്പോഴേ കള്ളക്കഥകൾ പുറകിലിരുന്ന് മനഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ നിരാശരാവും. സംഘടനാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കള്ളക്കഥകൾ മെനയുന്നവരും നിരാശരാവുമെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല.
എല്ലാം സുതാര്യമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയിൽ നടക്കുന്നത്. ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള പാർട്ടിയുടെ ജനാധിപത്യപരമായ പുനഃസംഘടനയ്ക്കിടയിൽ ഒരിടത്തും ഒരു കല്ലുകടി പോലും ഉണ്ടാവാതെ ഏറ്റവും സുതാര്യമായി സംഘടനാ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും. അതിനാവശ്യമായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്രത്തിൻ്റെതായാലും സംസ്ഥാനത്തിൻ്റെതായാലും അവസാനത്തെ പാർട്ടി പ്രവർത്തകരും പാലിച്ചുകൊണ്ട് മുമ്പോട്ട് പോകും. ഒരു കുത്തിത്തിരിപ്പിനും നിങ്ങൾക്ക് അവസരം ഉണ്ടാവില്ല. കള്ളക്കഥകൾ മെനയുന്നവർ നിരാശരാവേണ്ടി വരും. ഇനി വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പടച്ചുവിട്ടാണ് നിങ്ങൾ പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ അതിനെ ആ നിലയിൽ തന്നെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാനും ഞങ്ങൾ തയ്യാറാവും. ഭാരതീയ ജനതാ പാർട്ടി 2025 തദ്ദേശ തെരഞ്ഞെടുപ്പും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പും എന്നുള്ള വിശാലമായ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കാൻ പോകുന്നത്. ഇവിടെ എല്ലാ പ്രവർത്തകരും ഈ ഒരു അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയി ഈ 3 മുന്നണികൾക്കുമെതിരായി LDFന്റെ നേതൃത്വത്തിലുള്ള ഭരണവിലാസ മുന്നണി, UDFന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷ വിലാസ മുന്നണി, ഇവിടുത്തെ മാധ്യമങ്ങളുടെ നേതൃത്വത്തിലുള്ള മാധ്യമ മുന്നണി, ഈ 3 മുന്നണിയെയും നേരിട്ടുകൊണ്ട് BJP മുമ്പോട്ട് പോകും എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് എന്റെ ആമുഖ ഭാഷണം അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. വന്ദേ മാതരം.